അടുത്തൊരു മുൻപിലെ പുത്തൻ വിശേഷത്തിലേക്ക് ഇവർക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. എൻ്റെ ഫോൺ ബെല്ലടിക്കണം. ബാലജ വന്ന് ഫോൺ എടുത്തിട്ട് ശിവേട്ടാ പറ ശിവേട്ടാ, ഞാനിപ്പോൾ കൊല്ലപ്പള്ളിയിലുണ്ട്. ആഹാ, എപ്പം വന്ന്? ഇന്ന് രാവിലെ എത്തി. എനിക്ക് സുഖമാണ്? സുഖമാണ്. അസുഖമൊക്കെ എങ്ങനെയുണ്ട്? അസുഖം എന്തൊരു ഭേദം. ഈ അസുഖത്തിൻ്റെ ഇടയ്ക്ക് എന്തിനാ ആവശ്യമില്ലാത്ത ടെൻഷനൊക്കെ എടുത്ത് വെച്ചേക്കുന്നത്? എനിക്ക് ടെൻഷനൊക്കെ കൊല്ലപ്പള്ളിയിൽ നിന്ന് കിട്ടിയതാണ്. ഞങ്ങൾ കൊല്ലപ്പള്ളിയിലേക്ക് ടെൻഷനെ വിട്ടിട്ടില്ലല്ലോ. ഒരു പെണ്ണിനെ മാത്രമേ തന്നിട്ടുള്ളല്ലോ. ആ പെണ്ണാണെങ്കിൽ ഇല്ലിക്കല്ലിൻ്റെ അത്രയുള്ള ടെൻഷനായിട്ടല്ലേ ഇങ്ങോട്ട് വന്നതെന്ന് ബാലേന്ദ്രൻ പറയുകയാണ്. എന്തുവായാലും ഞാനും രാജീവും അതുപോലെ തന്നെ രാമണിയും അവൻ്റെ മക്കളും ഒക്കെ എത്തിയിട്ടുണ്ട്. നാളെ അങ്ങോട്ട് വന്ന് നിങ്ങളുടെ കുടുംബ പ്രശ്നം തീർക്കാനായിട്ടിരിക്കുകയാണ്. അങ്ങനെ നിർബന്ധമാണെങ്കിൽ വീട്ടിൽ അവിടെ ശിവേട്ടൻ്റെ അടുത്ത് ശിവേട്ടൻ്റെ പെങ്ങളില്ലേ, പെങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുക. അതാണ് നല്ലത്. അവൾ പറയുന്നത് കടപ്പാട്ടൂരാണല്ലോ പ്രശ്നമെന്നാണല്ലോ പറയുന്നത്. എന്തായാലും ഞങ്ങൾ നാളെ അങ്ങോട്ട് വന്ന് ഈ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടിട്ടേ ഉള്ളൂ ബാക്കി കാര്യം എന്ന് പറയുകയാണ്. എന്നെങ്കിൽ എല്ലാവരും പോരെ. നിങ്ങൾ വാളും പരിചയം പടച്ചട്ടൊക്കെ ആയിട്ട് പോരെ. ഞാനിവിടെ റെഡിയാണ്. പറഞ്ഞ് മുഷിയേണ്ട ബാലേന്ദ്ര, ഞങ്ങൾ നാളെ അങ്ങോട്ട് എത്തുന്നുണ്ട് എന്നും പറഞ്ഞ് ശിവേട്ടൻ അങ്ങ് ഫോൺ വയ്ക്കുകയാണ്. അപ്പോഴത്തേക്ക് ബാലേന്ദ്രൻ ദേഷ്യം വന്ന് ബാലേന്ദ്രൻ ദേഷിച്ച് ഫോൺ എടുത്തെറിയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ അലീനയാണെങ്കിൽ ബാലേന്ദ്രനോട് സംസാരിക്കണം. നാളെ എല്ലാവരും ഇങ്ങോട്ട് എത്തുന്ന കാര്യം ബാലേന്ദ്രൻ പറയുന്നുണ്ട്. അപ്പം ഞാൻ പോവണ്ടേ സാറേ എന്ന് ചോദിക്കുകയാണ്. അല്ല, നീ നേരത്തെ ചോദിച്ചില്ലേ, നേരത്തെ പോകാനായിട്ടിരുന്നേല്ലേ, നീ പൊക്കോ. നീ ഇവിടെ ഉണ്ടെങ്കിൽ എനിക്കൊരു ധൈര്യമായിരുന്നു. കാരണം എനിക്ക് നിന്നെ സംരക്ഷിച്ച് നിർത്താൻ പറ്റും. പുറത്തെങ്ങാനുമാണെങ്കിൽ അതെനിക്ക് അറിയത്തില്ല എന്ന് പറയാണ് ബാലേന്ദ്രൻ. എന്തായാലും പോകാൻ തീരുമാനിച്ചില്ലേ, നീ പൊക്കോ എന്ന് പറയണം. അങ്ങനെ അലീന ചെന്ന് മോളെ ഫോൺ ചെയ്യുകയാണ്. മോളെ, ചേച്ചി നാളെ ഇങ്ങോട്ട് വരാതിരുന്നല്ലേ? വരാനിരുന്നേ, പക്ഷേ ഇവിടെ കുറച്ച് പ്രശ്നം. എന്ത് പ്രശ്നം? ഇവിടെ എല്ലാവരും കൂടെ പടയൊരുക്കം. അച്ഛനെതിരെ പടയൊരുക്കം. അച്ഛനെതിരെ? അത് മോട്ട് പറഞ്ഞില്ല അല്ലേ? അത് ഞാൻ അവിടെ വന്നിട്ട് പറയാം. ഇപ്പം പറഞ്ഞാൽ എന്താ? ഇപ്പം പറയാനുള്ളൊരു മൂഡിലല്ല. ഞാൻ ആകപ്പാടെ സങ്കടത്തിലാണ്. വരണോ വരണ്ടേ എന്നുള്ള രീതിയിൽ. ഞാനങ്ങോട്ട് വന്നാൽ ഇവിടെ അച്ഛൻ ഒറ്റയ്ക്കായി പോവും. അവരെല്ലാം കൂടെ സാറിനെ ഉപദ്രവിക്കാൻ വരുവാണോ? അങ്ങനൊന്നുമില്ല. ചിലപ്പോൾ ഒരു താക്കീതും ഒരു ഭീഷണി ഒക്കെ കാണും. അവരെ പ്രശ്നം എന്താ എന്ന് രേവതിക്കുട്ടി ചോദിക്കണം. അത് ഞാനാണ് അവരുടെ പ്രശ്നം. എന്നെ ഇവിടുന്ന് പുറത്താക്കുക. അതാ ചേച്ചി അത്ര വലിയ പ്രശ്നമാണോ അവിടുത്തെ? മാഡം ഇപ്പോൾ രണ്ടും കൽപ്പിച്ചാണ്. ഒരു മാഡം വന്നേക്കുന്നു. ഞങ്ങളങ്ങോട്ട് വരട്ടെ ചേച്ചിയെ കൂട്ടിക്കൊണ്ടുവരാം? വേണ്ട മോളെ, ഞാനൊരു ബസ് കയറി അങ്ങ് വന്നോളാം. ആണോ? ഇതിലും പ്രശ്നം ഉണ്ടെങ്കിൽ ചേച്ചി എന്നെ അറിയിക്കണേ. അറിയിക്കാമെന്ന് പറഞ്ഞാൽ ഫോൺ അങ്ങ് വെക്കുകയാണ്. അങ്ങനെ രേവതിക്കുട്ടിയും ഫോൺ വെച്ചിട്ട് ഭയങ്കര വിഷമത്തിലാണ്. അപ്പം മാമച്ചനും ഗ്രേസിയമ്മയും കൂടെ അവിടെ ഇരുന്ന് ചെസ് കളിച്ചോണ്ടിരിക്കുകയാണ്. അങ്ങോട്ട് ഫുഡുമായിട്ട് വരികയാണ് രേവതിക്കുട്ടി വന്നിട്ട് പറയുകയാണ്, എന്തുവായി കളി? ഞാൻ ചെക്ക് വെച്ചേക്കുക. ആദ്യം ചെക്ക് മാറ്റട്ടെ എന്ന് ഗ്രേസിയമ്മ പറയാണ്. മാമച്ചൻ എന്നോട് രേവതിക്കുട്ടി പറയും, ആ ചെക്ക് അങ്ങ് വാങ്ങിച്ച് വെച്ച് ബാങ്കിൽ കൊടുക്കുക എന്നും പറഞ്ഞ് കളിയാക്കിയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയാണ്, അലീന ചേച്ചിയെ വിളിച്ചു. അലീന ചേച്ചി ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞിരുന്നതല്ലേ? ഇപ്പം ഒരു സംശയം, അവിടെ എന്തോ പ്രശ്നമൊക്കെ മറ്റേ കൊല്ലപ്പള്ളിയിൽ നിന്ന് എല്ലാവരും കൂടെ നാളെ എത്തുന്നുണ്ടെന്ന്. അപ്പോൾ ആകപ്പാടെ പ്രശ്നമാണെന്ന് പറയുന്നു. ഗ്രേസിയമ്മ പറയുന്നത്, അവളെന്തിനാണ് നിൽക്കുന്നത് അവിടെ? അവൾക്കിങ്ങ് വന്നൂടെ? അവൾ നാളെ ഇങ്ങനെ രാവിലെ പോരാൻ പറയാൻ മൂക്ക് പറഞ്ഞുകൂടായിരുന്നോ? അത് ഞാൻ പറഞ്ഞു. അന്നേരം ബാലേന്ദ്ര സാറിനെ ഒറ്റയ്ക്കാക്കിയിട്ട് എങ്ങനെയാണ് വരുന്നതെന്നാണ് ചേച്ചി ചോദിക്കുന്നത്. അവളെന്തിനാ ബാക്കിയുള്ളവന്മാർ വന്ന് ചൂടാവുന്നത് കേട്ടോണ്ട് നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. അവൾക്കിങ്ങ് പോന്നൂടെ എന്ന് മാമച്ചാനും ചോദിക്കുന്നു. രാവിലത്തെ വണ്ടി കയറി ഇങ്ങ് പോരാൻ പറ മോളെ എന്ന് ഗ്രേസിയമ്മയും പറയുന്നുണ്ട്. നമുക്കൊന്ന് പോയാലോ ആൻറ്റി എന്ന് പറയാണ്. നമുക്ക് പോയിന്ന് വിളിച്ചോണ്ട് വന്നാലോ എന്ന് പറയാണ്. അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ഗ്രേസിയമ്മ ചോദിക്കുന്നു. നമുക്കൊന്ന് പോയാലോ? അപ്പോൾ ചേച്ചി ഇനി വിളിച്ചുകൊണ്ട് വരാമല്ലോ. നമ്മൾ നേരത്തെ പോകണമെന്ന് പറഞ്ഞിരുന്നതല്ലേ? നാളെ തന്നെ പോയാലോ? ചേച്ചിയും കൂട്ടിക്കൊണ്ടിങ്ങി വരാം എന്ന് പറയണം. അപ്പോൾ മാമച്ചൻ എന്തോ പറയുന്നതെന്ന് ഗ്രേസിയമ്മ ചോദിക്കുകയാണ്. ഞാൻ റെഡിയാണ്, നീയോ? പോവാം. അങ്ങനെ എല്ലാവരും കൂടെ അങ്ങോട്ട് കടപ്പാട്ടൂരിലേക്ക് പോകാൻ തീരുമാനിക്കുകയാണ്. എന്തായാലും പോയിട്ട് വരാം എന്ന് തീരുമാനിക്കണം. അപ്പോഴത്തേക്ക് രേവതിക്കുട്ടിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് കടപ്പാട്ടൂരാണ്. രേവതിയും അലീനയും അതുപോലെ തന്നെ കൃഷ്ണമോളും കൂടെ ചായയും സ്നാക്സും കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ബബിത അങ്ങോട്ട് വരികയാണ്. ബബിതയാണെങ്കിൽ വന്നിരിക്കുകയാണ്. ബബിതയാണെങ്കിൽ കഴിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് വന്ന് ഇങ്ങനെ വിഷമിച്ച് അവിടെ വന്നിരിക്കുകയാണ്. ആ സമയത്താണ് നമ്മുടെ വൈജയ് പുറത്ത് പോയിട്ട് തിരിച്ചു വരുന്നത്. വൈജയ് വന്ന് നോക്കുമ്പം അവർ കഴിക്കുന്നത്, ബബിത ഇങ്ങനെ ഇരിക്കുന്നു. ഇങ്ങോട്ട് വന്നിട്ട് അലീന ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കുകയാണ്. അലീനയാണെങ്കിൽ അവരെ നോട്ടം കണ്ട് പേടിച്ചു പോകുന്നുണ്ട്. എന്നിട്ട് പറയാണ്, നീ കഴിക്ക്, ഇന്നും കൂടെ അല്ലേ നീ കഴിക്കത്തുള്ളൂ. നാളെ നിന്നെ ഇവിടുന്ന് എൻ്റെ ആങ്ങളമാരെല്ലാവരും കൂടെ വന്ന് നിന്നെ വലിച്ചിറക്കി പുറത്ത് കളയും.
എന്ന് പറയാണ്. അപ്പോഴത്തേക്ക് രോഹിത്തും മോളിൽ നിന്ന് എത്തുന്നുണ്ട്. ആരൊക്കെ അമ്മ വന്നിട്ടുള്ളത് എന്ന് പറയാണ്. അപ്പം ശിവേട്ടനും രാജീവേട്ടനും രാവണി മാമയുടെ മക്കളും എല്ലാവരും എത്തുന്നുണ്ട്. കരയോക്കാരും എല്ലാവരും കൂടെ കൂട്ടത്തോടെ ഇങ്ങോട്ട് എത്തുന്നുണ്ട്. ആഹാ, അപ്പം നാളെ ഒരു അടി കാണാലോ എന്ന് ഞാൻ നാളെ കോളേജിൽ പോകുന്നില്ല എന്ന് രോഹിത് ഉടനെ പറയുന്നുണ്ട്. ഞാൻ നാളെ സ്കൂളിൽ പോകുന്നുണ്ട് എന്ന് കൃഷ്ണയും പറയുന്നുണ്ട്. അച്ഛനുണ്ടല്ലോ എന്ന് കൃഷ്ണമോള് പറയുന്നുണ്ട്. അപ്പം വൈജു പറയണം, ആരുണ്ടെങ്കിലും നാളെ ഇവളെ എല്ലാവരുടെയും മുന്നിൽ കൂടെ എൻ്റെ ആങ്ങളമാർ ഇവളെ വലിച്ചഴിച്ച് പുറത്ത് കളയും എന്ന് പറയാണ്. അപ്പോൾ കൃഷ്ണമോളൊന്ന് പേടിക്കുന്നുണ്ട്. അന്നും പറഞ്ഞിട്ട് വൈജു ഞാൻ കയറി പോവുകയാണ്. അപ്പം ഒരു മൈൻഡും ഇല്ലാതെ ഒരു പേടിയില്ലാതെ അലീന അവിടെ ഇരുന്ന് ചായയും സ്നാക്സും കഴിക്കുന്നുണ്ട്. കൃഷ്ണമോളെയും ഇരുത്തുന്നുണ്ട്. എന്നിട്ട് പറയണം, മോളെന്തിനാ പേടിക്കുന്നത്, മോള് കഴിക്കുക എന്ന് പറയണം. ബബിത ഇങ്ങനെ അപ്പോഴത്തേക്ക് അതിൽ നിന്നിട്ട് സ്നാക്സ് എടുത്ത് കഴിക്കുകയാണ്. നാണമില്ലല്ലേ കഴിക്കാൻ എന്ന് കൃഷ്ണമോള് പറയണം. ഞാനെന്തിനാ കഴിക്കുന്നത്, ഇവിടെ ഉണ്ടാകുന്ന കഴിച്ചോളാൻ അച്ഛനല്ലേ പറഞ്ഞതെന്ന്. പിന്നെ അലീനയ്ക്ക് ഒരു ഭാവവ്യത്യാസവും ഇല്ലാത്തതും കണ്ട് വിഷമിച്ചിങ്ങനെ ബബിത ഇരിക്കുകയാണ്. ഇവക്കെന്താ ഇത്രയും പറഞ്ഞിട്ട് പോലും ഒരു മാറ്റം ഇല്ലാത്തതെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ബബിത. രാത്രി അലീനയാണെങ്കിൽ ഫ്രഷ് ആയിട്ട് വരികയാണ് കിടക്കാൻ വേണ്ടി. അപ്പം കൃഷ്ണമോളാണെങ്കിൽ ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. മോളെന്തിനാ ടെൻഷൻ അടിക്കുന്നത്, അല്ല നാളെ അവരെല്ലാവരും കൂടെ വരത്തില്ലേ, ചേച്ചിയെ പിടിച്ചിറക്കത്തില്ലേ, ഓ അതൊന്നുമില്ല അച്ഛനുണ്ടല്ലോ ഇവിടെ എന്ന് പറയുകയാണ്. അങ്ങനെ അവർ കിടക്കാൻ ഒരുങ്ങുന്നുണ്ട്. മോളെന്താ ഇവിടെ കിടക്കുകയാണോ, ഞാനിവിടെ കിടക്കുക, അവർ രാത്രിയിലെങ്ങാനും വന്നാലോ പേടിയുണ്ടാ എന്ന് പറയുന്നത്. ഓ രാത്രിയിലൊന്നും അങ്ങനെ വരത്തില്ല മോളെ, ഇതെന്തുവാ വീട്ടിൽ കയറി ആരെങ്കിലും അങ്ങനെ വലിച്ചിറക്കി കളയുമോ, അല്ല വീട്ടിനകത്ത് തന്നെ ഒറ്റുകാരുണ്ടല്ലോ, ചിലപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കാം, പേടിയുണ്ടാ ചേച്ചി എന്ന് പറയുകയാണ് എന്നും പറഞ്ഞ് കൃഷ്ണമോളവിടെ അലീനയുടെ അടുത്ത് കിടക്കുകയാണ്. അവർ രണ്ടുപേരും കൂടെ കെട്ടിപ്പിടിച്ച് കിടക്കുകയാണ്. അലീനയാണെങ്കിൽ കൃഷ്ണയ്ക്ക് ഒരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് നെറ്റിയിൽ. അവർ രണ്ടുപേരും കൂടെ കെട്ടിപ്പിടിച്ചിരുന്ന് ഉറങ്ങുകയാണ്. പിറ്റേന്നായപ്പോഴത്തേക്ക് നമ്മുടെ മാമച്ചായനും ഗ്രേസി അമ്മയും അതേപോലെ രേവതി കുട്ടി കടപ്പാട്ടൂരിലേക്ക് ഇറങ്ങുവാണ്. അമ്മച്ചായൻ വന്ന് വണ്ടി എടുക്കുന്നുണ്ട്. അപ്പോൾ ഗ്രേസി അമ്മ അങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് പറയാണ്, നീ ഇവിടുന്ന് അപ്പുറത്തോട്ട് അങ്ങ് പോയി പിള്ളേരോട് ക്രിക്കറ്റ് കളിക്കാനൊന്നും പോകല്ലേ, ഇവിടെ തന്നെ നിൽക്കണം, ഞാനെങ്ങും പോകത്തില്ല എന്ന് പറയാണ് ജോസഫ്. നീ ഇന്നാൾ ആ ക്രിക്കറ്റ് കളിക്കുന്ന പിള്ളേർക്ക് പന്തെടുത്ത് കൊടുക്കുന്നത് ഞാൻ കണ്ടായിരുന്നു, വീടും തുറന്നിട്ട് അവിടെ ഇവിടെയും പോയാലുണ്ടല്ലോ എന്ന് പറഞ്ഞു ഗ്രേസി അമ്മ പറയുന്നുണ്ട്. അങ്ങനെ ഗ്രേസി അമ്മയും പിടിച്ച് വണ്ടിയിൽ ഇരുത്തിയിട്ട് രേവതി കുട്ടി കയറുകയാണ്. ലൊക്കേഷനൊക്കെ അലീന അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അവർ കടപ്പാട്ടൂരേക്ക് വരികയാണ്. ഈ സമയത്താണെങ്കിൽ ബാലചന്ദ്രൻ്റെ ഫോണിലേക്ക് ശിവേട്ടൻ വിളിക്കുകയാണ്. ബാലചന്ദ്ര, നീ വീട്ടിലുണ്ടല്ലോ, എങ്ങും പോകത്തില്ലല്ലോ. ഞാനെങ്ങും പോകത്തില്ല, അല്ല ഞങ്ങൾ ഇന്ന് വരുവേ, നിങ്ങളെ പേടിച്ചെന്തോ ഞാൻ എവിടെയെങ്കിലും പോയെന്ന് വിചാരിച്ചോ, ഞാനങ്ങനൊന്നും പോകത്തില്ല എന്ന് ബാലേന്ദ്രൻ പറയുകയാണ്. ഞങ്ങൾ രാവണി മാമയുടെ മക്കളെ കാത്ത് നിൽക്കുകയാണ്, അവരും കൂടെ വന്നിട്ട് വരാമെന്ന് ചോദിച്ച്. ഞങ്ങളൊരു 8-9 പേര് കാണും. നിങ്ങൾ 8-9 പേരേ ഉള്ളൂ, ഞാനൊരു 10-25 പേരെയാണ് പ്രതീക്ഷിച്ചത്. ഞങ്ങളും ഇത്രയും പേര് മതി അവിടുത്തെ പ്രശ്നം തീർക്കുന്ന ശിവേട്ടൻ പറയുകയാണ്. ബാലേന്ദ്ര, ഒരു കാര്യം ഞങ്ങൾ പറഞ്ഞേക്കാം, ഇന്ന് ഞങ്ങൾ അലീനെ അവിടുന്ന് പിടിച്ചിറക്കിയിരിക്കും, ഇറക്കിയിട്ടേ ഞങ്ങൾ തിരിച്ചു വരുത്തോളൂ എന്ന് പറയണം. അപ്പോൾ ഇത് കേൾക്കുന്ന ബാലേന്ദ്രൻ ഇങ്ങനെ ദേഷിച്ചിരിക്കുന്നതാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.